മഴതോരും മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രാവിലെ എണീച്ച് അലീന കിച്ചണിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ വരുന്നത് ചോദിക്കുന്നുണ്ട്, ആരാ ചേച്ചി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ തൂക്കാനും തുടയ്ക്കാനും അതേപോലെ പാത്രമൊക്കെ കഴുകാൻ വരുന്നതാണ്, മോളെ ഏതാണെന്ന് ചോദിക്കുകയാണ്. അത് ഈ വീട്ടിലെ തന്നെയാണ് ചേച്ചി, ഇത്രയും രാവിലെ വരുമോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേട്ടനെയും പൗലോസേട്ടനെയും കാണുന്നില്ല. അപ്പോൾ സാവിത്രി പറയുന്നുണ്ട്, അവർ രണ്ടുപേരും താമസിച്ച് എണീക്കത്തുള്ളൂ, 8 മണിയാവും. അതിന് മുമ്പ് വന്ന് ഞാൻ എൻ്റെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് പോയിട്ട് വേണം വേറെ വീട്ടുകളിൽ പോകാൻ ജോലി ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വരുമെന്ന് സാവിത്രി പറയുന്നുണ്ട്. അതിനുശേഷം സാവിത്രി കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങോട്ട് അലീന വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും സഹായിക്കണം ചേച്ചി? ഒന്നും വേണ്ട മോളെ, എല്ലാം കഴിഞ്ഞ് ഞാൻ പോവുക എന്ന് പറയണം. അപ്പം വന്നപ്പം കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ആ സഞ്ചി നിറച്ച് എന്തോ സാധനം എടുത്തുകൊണ്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അലീന പുറകെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വന്നപ്പം ഈ സഞ്ചി മാത്രമേ ഉള്ളല്ലോ, പക്ഷേ ഇപ്പം എന്താണ്ട് ഈ സഞ്ചി നിറച്ച സാധനം ഉണ്ടല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സാവിത്രി ഒന്ന് പരുങ്ങുന്നുണ്ട്. ഒന്നുമില്ല മോളെ. അവസാനം അലീന വാങ്ങിച്ച് നോക്കുന്നുണ്ട്, സാവിത്രി കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് അരി, പഞ്ചസാര, എണ്ണ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ചേച്ചി? അതെ, പൗലോസേട്ടൻ തരുന്നതാ. ഇവിടെ അധികമുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി എനിക്കവിടെ മാറ്റി വെക്കുന്നേ മോളെ, അല്ലാതെ ഞാൻ അറിയാതെ എടുത്തതൊന്നും അല്ല എന്ന് സാവിത്രി പറയുന്നുണ്ട്. അങ്ങനെ അലീന അതൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട്. അലീന ഒന്നും പറയുന്നില്ല, ചേച്ചി പൊക്കോളാൻ പറയുന്നുണ്ട്. അതിനുശേഷം അലീന നേരെ പോകുന്നത് ഔട്ട് ഹൗസിലേക്കാണ്. ആൻഡ്രപ്പനും പൗലോസും കിടന്ന് ഉറങ്ങുന്ന ഔട്ട് ഹൗസിലേക്ക്. അപ്പം അവിടെ ചെന്ന് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഡോറി തട്ടുമ്പം എൻ്റെ അപ്പം വന്ന് കഥ തുറക്കുന്നുണ്ട്. ഇതാ മോള് രാവിലെ തന്നെ എണീച്ചു എന്ന് എൻ്റെ അപ്പം ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ലല്ലോ ആൻ്റപ്പേട്ട, ഇവിടുത്തെ ചിട്ടകളൊന്നും. ഇവിടെ 8 മണിയാകുമ്പം മാത്രമേ എല്ലാവരും എണീക്കുള്ളൂ എന്ന കാര്യം എനിക്കറിയത്തില്ല. അപ്പം മോൾക്ക് എന്തെങ്കിലും ചായക്കാണോ? ഞാൻ പൗലോസിനെ വിളിക്കാമെന്ന് പറയാണ്. വേണ്ട. അപ്പോഴത്തേക്ക് പൗലോസും എണീച്ച് വരുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അപ്പം എല്ലാവരും ഈ സമയത്താണോ എണീക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, 8 മണിയാകുമ്പോഴത്തേക്ക് മതി, ഒരു കാപ്പി മതി കേണൽ സാബിന്. അതിനുശേഷം 10:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അപ്പോഴത്തേക്കും മതിയല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം 8 മണിയാകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തോളം എന്ന് എൻ്റെ അപ്പം പറയാണ്. അപ്പം അലീന ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, അത് ശരിയല്ലല്ലോ എൻ്റെ പേട്ട, നമുക്ക് ഈ ചിട്ടകളൊക്കെ ഒന്ന് മാറ്റിയാലോ. രാവിലെ 6 മണിക്ക് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പം നേരത്തെ തന്നെ എല്ലാം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അപ്പന് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ അപ്പം ചോദിക്കുകയാണ്, അത് കേണൽ സാബിന് അത് ഇഷ്ടപ്പെടത്തില്ല. കേണൽ സാബ് പറയാതെ ഇതിനൊക്കെ മാറ്റം വരുത്തുന്നത് എങ്ങനെ കുഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, എങ്ങനെയെങ്കിലും ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ആൻ്റപ്പേട്ടനും പൗലോസേട്ടനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ട്? കേണൽ സാബിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറയാണ്. പൗലോസേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാനൊന്നുമില്ല മോളെ, പിന്നെ കുറേ നാളത്തെ ശീലമില്ലേ, ഇച്ചിരി മാറ്റാൻ ഇച്ചിരി പതുക്കെ താമസം വരും. അപ്പം അലീന പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, രാവിലെ പൗലോസേട്ടൻ എണീക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കിച്ചണിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അത് വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയാലേ കേണൽ സാബ് കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പൗലോസ് പറയുന്നുണ്ട്. ശരി, നാളെ മുതൽ നമുക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞ് അലീന പോകുമ്പോഴത്തേക്ക് ഇത് ആൻ്റപ്പനും പൗലോസിനും അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പൗലോസ് എന്തോ പിറുപിറുക്കുന്നുണ്ട്. അപ്പം അലീന തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസേട്ടൻ വല്ലതും പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. അപ്പോഴാണ് അലീന പറയുന്നത്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. അല്ല, തൂക്കാനൊക്കെ ആയിട്ടൊരു ചേച്ചി വന്നല്ലോ, സാവിത്രി ചേച്ചി. ആ ചേച്ചി ഇവിടുന്ന് അരിയും പഞ്ചസാരയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, പൗലോസേട്ടൻ്റെ അടുത്ത് വെച്ചാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻ്റപ്പം പറയുന്നുണ്ട്, അത് നിവർത്തിയില്ലാത്ത ഒരു സ്ത്രീയാണ്. അപ്പം അവർക്ക് നമ്മളായി സഹായിക്കുന്നത്, നമ്മൾ വേണ്ടാന്ന് വെച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുകയാണ്, പയറും പഞ്ചസാരയും എണ്ണയൊക്കെ എങ്ങനെ ഒരു വീട്ടിൽ വേണ്ടാതാവുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കുഞ്ഞെ, നമുക്ക് കുറച്ച് സഹായം ചെയ്തു കൊടുക്കുന്നതേ ഉള്ളെന്നും പറഞ്ഞ് ആൻ്റപ്പൻ ഓരോ ന്യായങ്ങൾ പറയുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേണൽ സാബിന് അറിയാവോ? അറിയത്തില്ല എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. പേടിക്കണ്ട, ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അലീന അങ്ങ് പോവുകയാണ്. അങ്ങ് പോയി കഴിയുമ്പോൾ പൗലോസ് പറയാണ്, ആൻ്റപ്പേട്ട, ഇത് ശരിയാവുമെന്ന് തോന്നിയില്ല, ഈ കൊച്ച് നമുക്ക് മിക്കവാറും പണി വാങ്ങിച്ച് തരും എന്ന് പറയാണ്. അപ്പോൾ ആൻ്റപ്പനും പറയുന്നുണ്ട്, അത് ശരിയാ, ഇതെങ്ങാനും ഒക്കെ കേണൽ സാബ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തന്നെ പോകുമെന്ന് ആൻ്റപ്പനും പറയുന്നുണ്ട്. അപ്പം പൗലോസ് പറയുന്നുണ്ട്, നാളെ മുതൽ രാവിലെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാനും പറ്റില്ല, അതും പോയി കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് പൗലോസൊക്കെ കയറി പോവുകയാണ്. അപ്പോൾ ആൻ്റപ്പൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും പണി എങ്ങാനും കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി പണി തരുമെന്നൊക്കെ ഉള്ള ഒരു ഭയത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കിച്ചണിലേക്ക് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അവർ 3 പേരും കൂടെ സംസാരിക്കുകയാണ്. പൗലോസ് കാര്യങ്ങളൊക്കെ ബൈജുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പം ബൈജു പറയാണ്, ഈ കേണൽ സാബ് പറഞ്ഞ പോലെ ആ കൊച്ച് കേണൽ സാബിൻ്റെ മകളാണെന്നൊന്നും തോന്നില്ല, ഇത് വേറെന്തോ കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്തൊന്നും പറയാതെ ബൈജു, കേണൽ സാബ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, നിൻ്റെ ജോലി അതോടെ പോകും എന്ന് പറയാണ്. അപ്പോൾ ബൈജു പറയാണ്, ഞാൻ ചുമ്മാ അതൊന്നും പറഞ്ഞതല്ല,
ഇത്രയും നാളില്ലാത്ത മകൾ ഇപ്പോൾ ഇവിടുന്ന് വന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തോ കള്ളത്തരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ കൊച്ച് ഇന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. അതുപോലെ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. സാവിത്രി ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കാര്യം കേണൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ബൈജു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊച്ച് വന്ന കാര്യം അവതക്കുട്ടിയെ ഞാനൊന്ന് വിളിച്ച് പറ. എനിക്ക് തോന്നുന്നില്ല കേണൽ സാബിൻ്റെ മകളാണെന്നൊന്നും. ഇത് വേറെ എന്തോ കുഴപ്പമാണെന്ന് ബൈജു പറയുന്നുണ്ട്. എന്തായാലും ആൻ്റപ്പേട്ടൻ അവതക്കുട്ടിച്ചായനെ ഒന്ന് വിളിച്ചു പറ. ബാക്കി കാര്യങ്ങളെല്ലാം അവതക്കുട്ടിച്ചായൻ നോക്കിക്കോളും. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വിളിച്ചു പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് കേൾക്കുമ്പോൾ പൗലോസും പറയുന്നുണ്ട്, അത് ശരിയാ, ആൻ്റപ്പേട്ടൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാൻ പറയുകയാണ്. അങ്ങനെ ആൻ്റപ്പേട്ടൻ അവതക്കുട്ടിയെ വിളിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ കൃഷ്ണയാണെങ്കിൽ ബാലചന്ദ്രനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് കൃഷ്ണനടുത്ത് ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ, അച്ഛനെ കാത്തിരിക്കുക എന്ന് പറയാണ്. ആ അച്ഛൻ വരാൻ കാത്തിരിക്കുക, അകത്തൊരാൾ വഴക്കുണ്ടാക്കാൻ. അമ്മയാണെങ്കിൽ അച്ഛനോട്ട് വഴക്കുണ്ടാക്കാൻ കാത്തിരിക്കുകയാണെന്ന് ബബിത പറയുന്നുണ്ട്. അപ്പം കൃഷ്ണ പറയാണ്, അതെന്തായാലും ഉറപ്പാണല്ലോ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുക, അത് മാത്രമല്ലേ അമ്മയ്ക്ക് അറിയാത്തോളെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, ഇനി അമ്മ അങ്ങനെ വിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് വരട്ടെ, തിരിച്ച് ഞാനും മറുപടി പറയും എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഓ സീനിയർ വൈജയന്തി എടുത്ത് ജൂനിയർ വൈജയന്തി യുദ്ധത്തിനൊരുങ്ങിയാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, പിന്നല്ലാതെ എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത്, എല്ലാത്തിനൊരു പരിധിയില്ലേ, ഇനി ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് ബബിത പറയാണ്. അങ്ങനെ ബബിതയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ബാലചന്ദ്രൻ വരുന്നത് കാണുമ്പം തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കടപ്പാട്ടൂരിലേക്ക് വരികയാണ്. അപ്പം ബാലചന്ദ്രൻ വരുമ്പോൾ തന്നെ കൃഷ്ണയും അതേപോലെ ബബിതയും ചെല്ലുന്നുണ്ട്. അച്ഛാ എങ്ങനെയുണ്ട്, അച്ഛനാണെങ്കിൽ ഇന്നലെ വരാഞ്ഞെന്താ എന്നൊക്കെ കൃഷ്ണ ചോദിക്കുകയാണ്. അത് മോളെ, അത് അലീനെ കൊണ്ട് വിട്ടിട്ട് പോരുന്നപ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നി, അതുകൊണ്ട് ഞാൻ അവരൊരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിച്ച് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടെന്ന് പറയാണ്. ആ എങ്ങനെയുണ്ട് ചേച്ചിക്ക് അവിടെ വീടും പരിസരമൊക്കെ എങ്ങനെയുണ്ടെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവിടെ വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല എന്ന് പറയാണ്. ഇന്നലെ ചേച്ചി വിളിച്ചായിരുന്നെന്ന് ബബിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഉള്ളോട്ട് പോകാൻ പടി കയറുമ്പം ബാലചന്ദ്രൻ ഒന്ന് നിന്നേന്നും പറഞ്ഞുകൊണ്ട് വൈജ വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ നോക്കുമ്പോൾ വൈജ വരുന്നത് എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇന്നലെ പോയ ആളാ, അവളെ കൊണ്ടുവിട്ടിട്ട് ഇന്നലെ തന്നെ വരായിരുന്നു, പിന്നെ വന്നില്ല, ഇന്നലെ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവിടെ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്നതെന്ന് കൃഷ്ണയും ബബിതയൊക്കെ പറയുന്ന കേട്ട്, ഇനി അവളും ഉണ്ടായിരുന്നെന്ന് ആർക്കറിയാം എന്ന് വൈജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി, അതിനുശേഷം ഇപ്പോഴാണ് കയറി വന്നത്, നീ ഇനി ആരുടെയൊക്കെ കൂടെ ആയിരുന്നെന്ന് ആർക്കറിയാം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജ ഒന്ന് വല്ലാതായിട്ട് ചോദിക്കുകയാണ്. അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞേ, ഞാൻ ആരെങ്കിലും കൂടെ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് വൈജ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആർക്കറിയാം എന്തൊക്കെ രഹസ്യങ്ങൾ നിൻ്റെ ഉള്ളിലുണ്ടെന്ന്, അത് ആർക്കറിയാം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടോ എന്ന് ഇനി ആർക്കറിയാം എന്നൊക്കെ വൈജയുടെ മുഖത്ത് നോക്കി ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പം വൈജയാണെങ്കിൽ ചൂടായി ചെല്ലുകയാണ്. എന്തൊക്കെ ഈ ബാലചന്ദ്രൻ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണയാണെങ്കിൽ ഇടപെടുകയാണ്. ഇനി അച്ഛൻ സംസാരിച്ച സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് കൃഷ്ണയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പം കൃഷ്ണ വൈജയെടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞാൽ എന്താ കുറ്റം, അമ്മ ഒരു സുപ്രഭാതത്തിലെ ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ട് അങ്ങ് പോയല്ലേ, പിന്നെ ഇപ്പോഴാണ് കയറി വരുന്നത്, അച്ഛനായോണ്ട് അമ്മ ഈ വീട്ടിലേക്ക് കയറ്റി, ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ഗേറ്റ് കടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജി ഒന്ന് ഞെട്ടുന്നുണ്ട്. കൃഷ്ണ ഒരിക്കലും തന്നോട് ഇങ്ങനെ തർക്കുത്തരം പറയുമെന്ന് വിചാരിച്ചില്ല. ബബിത പറഞ്ഞാലും കൃഷ്ണ ഒരിക്കലും പറയുമെന്ന് വിചാരിച്ചില്ല. നീ എന്താടി പറഞ്ഞതെന്ന് ചോദിക്കണം. എന്താ ഞാൻ പറഞ്ഞതിന് കുറ്റം എന്താ, സത്യമില്ലയോ, അമ്മ ഞങ്ങളെയും അച്ഛനെയും കളഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ അമ്മയ്ക്ക് എന്ത് അവകാശമാണ് ഉള്ളത്, അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നെന്ന് തിരിച്ച് ഞങ്ങൾ ചോദിച്ചാൽ അമ്മ എന്ത് മറുപടി പറയും, അമ്മ ആരുടെ കൂടെ ആയിരുന്നെന്ന് ഞങ്ങൾ ചോദിച്ചാൽ അമ്മ എന്ത് പറയുമെന്നൊക്കെ ചോദിച്ച് വൈജിയുടെ നേരെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പം വൈജി അങ്ങ് വല്ലാതാവുന്നുണ്ട്. കാരണം ഒരിക്കലും കൃഷ്ണ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. അപ്പം ബബിതയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാവുന്നുണ്ട്. അപ്പം കൃഷ്ണ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയാണ്, അച്ഛൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞങ്ങൾ ആഹാരം എടുത്ത് വെക്കുക, അച്ഛൻ ഇതൊന്നും കേട്ട് ഒന്നും മറുപടി പറയാൻ നിൽക്കണ്ട, അച്ഛൻ പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയാണ് എന്നും പറഞ്ഞ് ബബിതയും കൃഷ്ണ അങ്ങ് പോവുകയാണ്. വൈജ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി നിന്ന് വൈജയോട് ഫൈറ്റ് ചെയ്യുകയാണെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കൃഷ്ണയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയക്കുന്നുണ്ട് വൈജ. ഈ സമയത്ത് സ്റ്റാൻലിയുടെ വീട്ടിലാണെങ്കിൽ ആൻ്റപ്പൻ ഔതക്കുട്ടിയെ വിളിക്കുകയാണ്. ഔതക്കുട്ടിയാണെങ്കിൽ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻ്റപ്പൻ വിളിക്കുന്നത്. എന്താ ആൻ്റപ്പ, എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ്. അത് ഔതക്കുട്ടി ചോദിച്ചാൽ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് അന്ന് ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ വിളിച്ച് പറഞ്ഞതൊന്നും കേണൽ സാബിനോട് പറയില്ലെന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. എന്താടാ നീ കാര്യം എന്താണെന്ന് പറയാണ്. അന്ന് ആ പാലക്കാരൻ വന്ന കാര്യം കേണൽ സാബ് ഔതക്കുട്ടി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അയാൾ ഇന്നലെയും വന്നായിരുന്നു, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയോ, ഏത് പെൺകുട്ടി,
ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഞങ്ങളെ പരിചയപ്പെടുത്തിയത് കേണൽ സാബിൻ്റെ മകളാണെന്നും പറഞ്ഞാന്ന് ആൻ്റെ അപ്പൻ ഔതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി ഒന്ന് ഞെട്ടുന്നുണ്ട്. മകളോ? അങ്ങനെ പരിചയപ്പെടുത്തിയെന്ന് ആൻ്റെ അപ്പം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ വിവരം വിളിച്ച് ഔതക്കുട്ടീനെ പറഞ്ഞതേ ഉള്ളൂ. ഞാനാ വിളിച്ച് പറഞ്ഞതെന്നും കേണൽ സാബിൻ്റെ അടുത്ത് പറയല്. എനിക്കിത് വിളിച്ച് പറയണം തോന്നി, അതാ ഞാൻ വിളിച്ച് പറഞ്ഞതെന്ന് ആൻ്റെ അപ്പം പറയുകയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഔതക്കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ഔതക്കുട്ടിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. സ്റ്റാൻലിയുടെ സ്വന്തം മകളാണ് അവിടെ നിൽക്കുന്നതെന്ന് ഔതക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവളെ അവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതിനൊരു പരിഹാരം ഉടനെ കാണണമെന്നും പറഞ്ഞ് ഔതക്കുട്ടിയാണെങ്കിൽ സ്റ്റാൻലി അടുത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ അലീനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഔതക്കുട്ടി വരികയാണ്.